കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 5 വിക്കറ്റിന് തോറ്റെങ്കിലും CSK താരങ്ങളായ ആയുഷ് മാത്രയും ഷെയ്ഖ് റഷീദും എക്കാലത്തെയും മികച്ച IPL റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓപ്പണർമാരായ രജിൻ രവീന്ദ്രയ്ക്കും ഡെവാൾ ബ്രവീസിനും പകരം കഴിഞ്ഞ ദിവസം ഓപ്പണിംഗിനിറങ്ങിയത് ആയുഷ് മാത്രയും ഷെയ്ഖ് റഷീദുമാണ്. ഇതാണ് IPLൽ പുതുചരിത്രം കുറിക്കാൻ ഇടയാക്കിയത്. IPLൽ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ജോഡികളെന്ന റെക്കോർഡാണ് CSKയുടെ ഈ താരങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 20-കാരനാണ് ഷെയ്ഖ് റഷീദ്. ആയുഷ് മാത്രയ്ക്കാകട്ടെ 17 വയസ്സും. IPLൽ ഇരുവരും ഓപ്പണിംഗിന് ഇറങ്ങിയപ്പോൾ പഴങ്കഥയായത് സഞ്ജുവിന്റെയും ഋഷഭ് പന്തിന്റെയും പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ്. 2016-ൽ ഡൽഹി ഡെയർ ഡെവിൾസിനായി ഇരുവരും ഓപ്പണിംഗിന് ഇറങ്ങുമ്പോൾ സഞ്ജുവിന് പ്രായം 21ഉം ഋഷഭ് പന്തിന് പ്രായം 18ഉമായിരുന്നു. ഇതോടെ ഇരുവരും 2016-ൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഓപ്പണിംഗ് ജോഡിയായി ചരിത്രത്തിൽ ഇടം നേടി. ഈ റെക്കോർഡാണ് ഇന്നലെ CSKയുടെ താരങ്ങൾ പഴങ്കഥയാക്കിയത്. എന്നാൽ ഈ യുവ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ സ്കോർ നേടാൻ കഴിഞ്ഞില്ല എന്ന നിരാശയുണ്ട്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ റഷീദ് പവലിയനിലേക്ക് മടങ്ങി. 19 പന്തിൽ നിന്ന് 30 റൺസ് നേടി ആയുഷ് മാത്രയും അധികം വൈകാതെ തന്നെ ഔട്ടായി. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഹൈദരാബാദ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. CSK നേരിട്ട ആദ്യ പന്ത് തന്നെ വിക്കറ്റിന് തെറിപ്പിച്ച ഹൈദരാബാദ് 154 റൺസിൽ CSKയെ പിടിച്ചുകെട്ടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 18.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 4 വിക്കറ്റുകൾ നേടിയ ഹർഷൻ പട്ടേലാണ് CSKയെ തകർത്തത്. ഡെവാൾ ബ്രവീസ് ആണ് CSKയുടെ ടോപ്പ് സ്കോറർ. മത്സരത്തിൽ MS ധോണിക്കും തിളങ്ങാൻ സാധിച്ചില്ല. 10 പന്തിൽ നിന്ന് 6 റൺസ് നേടി ഹർഷിത് പട്ടേലിന്റെ പന്തിൽ ഔട്ടാവുകയായിരുന്നു. ഇതോടെ CSK ക്യാമ്പിൽ നിരാശ പടർന്നു. ഹൈദരാബാദിന്റെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ വിക്കറ്റുകൾ വീഴ്ത്തി ജയം സ്വന്തമാക്കാനായിരുന്നു ചെന്നൈയുടെ ശ്രമം. ഹൈദരാബാദിന്റെ ഓപ്പണർമാരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ ചെന്നൈക്ക് സാധിച്ചെങ്കിലും കൃത്യമായി റൺ നേടാൻ ഹൈദരാബാദ് ബാറ്റർമാർക്ക് സാധിച്ചു. ഇഷാൻ കിഷനും കമിന്ദു മെൻഡിസുമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർമാർ. കഴിഞ്ഞ ദിവസം വിജയിച്ചതോടെ പോയിന്റ് ടേബിളിൽ സ്ഥാനം ഉയർത്തിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇതോടെ പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ഇതുപോലെ ജയിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് തുടർന്ന ചെന്നൈക്ക് ഇനി പ്ലേ ഓഫിലെത്താൻ സാധിച്ചേക്കില്ല. ഇതോടെ മത്സരശേഷം ഏറെ നിരാശയോടെ നിൽക്കുന്ന CSK നായകൻ ധോണിയുടെ വീഡിയോയും വൈറലായിരിക്കുകയാണ്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ 154-ൽ ഒതുങ്ങുക എന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ നൽകുന്ന ഒന്നാണ്. അത്രയും കുറഞ്ഞ റൺ ഹോം ഗ്രൗണ്ടിൽ നേടിയ ചെന്നൈ ബാറ്റർമാരുടെ മോശം പ്രകടനത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ധോണി പറഞ്ഞിരുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം ഹൈദരാബാദ് ബാറ്റ് ചെയ്തത് അല്പം ടാക്കർ പ്രതലത്തിലാണെന്നും പറഞ്ഞു. ഒപ്പം ഡെവാൾ ബ്രവീസിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയാനും അദ്ദേഹം മറന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ CSKയുടെ ടോപ്പ് സ്കോററായിരുന്നു ഡെവാൾ ബ്രവീസ്. 4 സിക്സറുകളും 1 ഫോറും പറത്തിയ ബ്രവീസ് 42 റൺസാണ് നേടിയത്. ഇതിനൊപ്പം IPLൽ ബാറ്റുകളുമായി ബന്ധപ്പെട്ട പരിശോധന അമ്പയർമാർ കർക്കശമാക്കിയതോടെ വിവാദവും തുടരുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് പോരാട്ടത്തിനിടെ പുതിയ വിവാദം ഉടലെടുത്തിരുന്നു. ചെന്നൈ താരം രവീന്ദ്ര ജഡേജയുടെ ബാറ്റ് ഗേജ് ടെസ്റ്റ് പരിശോധനയിൽ പരാജയപ്പെട്ടു. തുടർന്ന് ബാറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ട അമ്പയറുമായി ജഡേജ തർക്കിച്ചു. പിന്നാലെ ബാറ്റ് മാറ്റാൻ സമ്മതിച്ചെങ്കിലും ജഡേജ ബാറ്റ് നിലത്തടിക്കുകയായിരുന്നു. ജഡേജയുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് ക്രിക്കറ്റിലെ വലിപ്പ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തി എന്നാണ് അമ്പയർ വെളിപ്പെടുത്തിയത്. തുടർന്ന് മറ്റൊരു ബാറ്റുമായി എത്തിയാണ് ജഡേജ മത്സരം ആരംഭിച്ചത്.